നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം 18-ാമത്തെ അധ്യായം, സന്യാസത്തിന്റെ പരിപൂർണത. അവസാനത്തെ ശ്ലോകങ്ങളാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. ഭഗവത്ഗീത യഥാരൂപം ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി AC ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭാവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപത്തെ അടിസ്ഥാനമാക്കിയാണ് നമ്മളെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ അർജുനന് ഏറ്റവും രഹസ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, ഭഗവത്ഗീതയിലെ ഭഗവാന്റെ ഉപദേശങ്ങളിൽ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപദേശിച്ചു. ഭഗവാൻ തന്നെ പറഞ്ഞു, ഇത് ഏറ്റവും രഹസ്യമാണ്. സർവഗുഹ്യതമം ഭൂയ 64-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർവഗുഹ്യതമം ഭൂയ ശൃണുമേ പരമം വച എന്ന് പറഞ്ഞിട്ടാണ് അവസാനത്തെ ഭാഗത്തെ നിർദ്ദേശമെല്ലാം ഭഗവാൻ നൽകിയിട്ടുള്ളത്. അത് 2 നിർദ്ദേശങ്ങളാണ്. ഏറ്റവും ഗുഹ്യമായിട്ടുള്ള, ഏറ്റവും രഹസ്യമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഭഗവാന്റെ നിർദ്ദേശങ്ങളെല്ലാം ശ്രേഷ്ഠം തന്നെയാണ്. അതിൽ ഏറ്റവും പരമമായിട്ടുള്ളത് എന്ന് ഭഗവാൻ തന്നെ പറയുന്നത് എന്താണ്? 65-ാമത്തെ ശ്ലോകത്തിലും 66-ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അതാണ് ഭഗവത്ഗീതയുടെ കാതൽ, ഭഗവത്ഗീതയുടെ ചുരുക്കം. ഭഗവത്ഗീതയിൽ നിന്നുള്ള ഏറ്റവും വലിയ നിർദ്ദേശം, ഭഗവത്ഗീത മനസ്സിലാക്കിയ ഒരു വ്യക്തി സ്വീകരിക്കേണ്ട കാര്യം എന്താണ്? 65-ഉം 66-ഉം ശ്ലോകങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് 65-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിരുന്നത്? മന്മന ഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാമേ വേശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിനെ. ഇതാണ് ഭഗവത്ഗീതയിലെ ഏറ്റവും രഹസ്യമായിട്ടുള്ള കാര്യം, ഏറ്റവും ഉന്നതമായിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഭഗവാൻ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. 9-ാമത്തെ അധ്യായത്തിലും ഈ കാര്യം, ഇതേ ശ്ലോകം നമുക്ക് കാണാൻ സാധിക്കും. മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു എന്ന് രാജഗുഹ്യ യോഗത്തിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിവിടെ ആവർത്തിക്കുകയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഭഗവാൻ ഇവിടെ അത് ആവർത്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മന്മന, നമ്മൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് ഭഗവാനെ കുറിച്ചാണ് എന്നാണ് പറയുന്നത്, അല്ലെ? ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കാൻ പറയുകയാണ്. നമ്മൾക്ക് ആരോടെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു വ്യക്തിയെ കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുള്ളൂ, അല്ലെ? നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അപ്പോൾ ഭഗവാൻ ഇവിടെ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ ഭഗവാനെ സ്നേഹിക്കണം, ഭഗവാനോട് പ്രേമം, കൃഷ്ണപ്രേമം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. മന്മന, ആ കൃഷ്ണപ്രേമത്തിലേക്ക്, ഭഗവാനോടുള്ള പ്രേമത്തിലേക്ക് വരാനാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ആദ്യം ഭഗവാനോട് ആരാധന ഉണ്ടാകണം.
ആരാധന ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചും ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ചും ഭഗവാന്റെ വലിയ വിശ്വരൂപത്തെ കുറിച്ചുമൊക്കെ ഭഗവാൻ വ്യത്യസ്ത അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. വിഭൂതി യോഗം, വിശ്വരൂപ ദർശനം, ഇങ്ങനെയുള്ള അധ്യായങ്ങളിലൊക്കെ ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ അത് യഥാർത്ഥത്തിൽ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ഭഗവാനോട് ആരാധന ഉണ്ടാകും. സ്വാഭാവികമായിട്ടും നമ്മൾക്ക് നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കും. ഇത് ഒരുപാട് ഉയർന്ന ഒരു നിലവാരമാണ്. നമ്മൾ അതിലേക്ക് കയറാൻ ശ്രമിക്കുന്ന വ്യക്തികളാണ്. അല്ല, അതിന് ഏറ്റവും വലിയ ഉയർന്ന തലത്തിലുള്ള കാര്യമാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. വലിയ വലിയ ഭക്തന്മാരൊക്കെ നേടിയിട്ടുള്ള കാര്യമാണ്. മന്മന, അർജുനൻ ഓൾറെഡി ഭഗവാന്റെ ഭക്തനാണ്. നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്ന ഭക്തരാണ്. ഭാഗവതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് ഭക്തന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന ഭക്തന്മാർ. യുധിഷ്ഠിര മഹാരാജാവ്, അതേപോലെ ഭീഷ്മദേവൻ, ഭഗവാനെ കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തികളാണ്. വിതുരൻ, മൈത്രേയൻ, ഉദ്ധവൻ, ഇതേപോലെ ധ്രുവ മഹാരാജാവ്, പ്രഹ്ലാദ മഹാരാജാവ്, പരീക്ഷിത് മഹാരാജാവ്, പൃഥു മഹാരാജാവ്, അവരൊക്കെ നിരന്തരം ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്ന വ്യക്തികളാണ്. നമ്മളോടും അങ്ങനെ ചെയ്യണമെന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മുടെ മനസ്സ് സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനാണ്. ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ നോക്കിക്കോളും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? അനന്യാ ചിന്തയന്തോമാം ഏ ജനാ പരിഭാസതേ േഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. നമ്മൾ സാധാരണ വിചാരിക്കുന്നതാണ്, ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിരുന്നാൽ മതിയോ, നമ്മൾക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കണ്ടേ, നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടേ എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സത്യം? ഭഗവാനെ കുറിച്ച് നിരന്തരമായി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും, ഭൗതികമായാലും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭഗവാൻ തന്നെ നോക്കിക്കൊള്ളും. ഭഗവാന്റെ സംരക്ഷണം നമ്മൾക്കുണ്ടാകും, അല്ലെ? ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് എല്ലാവിധ ദുരിതങ്ങളും ഉണ്ടാവുന്നത്. ഭഗവാനെ മറന്നു ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ എല്ലാ ദുരിതത്തിന്റെയും കാരണം. ഭഗവാനെ മറക്കുന്നതാണ് നമ്മുടെ ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളുടെയൊക്കെ കാരണം. ഭഗവാനെ ഓർക്കുന്നതിലൂടെ മാത്രമേ നമ്മൾക്ക് അതിനെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നത്. മന്മന, നിരന്തരം ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. മറ്റു വിഷയങ്ങളെ കുറിച്ച് ചിന്തിച്ചത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും പരിഹാരം ഉണ്ടാകുന്നില്ല. മറ്റു വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കും തോറും നമ്മുടെ പ്രശ്നങ്ങൾ കൂടി വരികയാണ് ചെയ്യുക. ധ്യായതോ വിഷയാൻ പുംസ, വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത്, അല്ലെ? സംഘസ്ഥേഷൂപചായത, നമ്മൾക്ക് കൂടുതൽ ആഗ്രഹം ഉണ്ടാകും, ഭൗതികമായിട്ടുള്ള അത്യാഗ്രഹം ഉണ്ടാകും, പിന്നെ കാമം, ക്രോധം ഒക്കെ ഉണ്ടാകും, സമ്മോഹം ഉണ്ടാകും, ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകും, പിന്നെ സ്മൃതി വിഭ്രമം ഉണ്ടാകും, ഭഗവാനെ കുറിച്ച് പൂർണ്ണമായിട്ടും മറന്നുപോകും, പിന്നെ ബുദ്ധിനാശം, ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഉള്ള വഴി അടഞ്ഞു പോകും, ഇവിടെ തന്നെ കുടുങ്ങിപ്പോകും, അല്ലെ? അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തും. ഭൗതികമായിട്ടുള്ള ദുരിതങ്ങളിൽ തന്നെ നിൽക്കേണ്ടി വരും. അതിന് പരിഹാരമാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. മന്മന, ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. ഭഗവാനെ എപ്പോഴും മനസ്സിൽ നിരന്തരമായിട്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കണം. ഭഗവാന്റെ നാമം, ഭഗവാന്റെ ഉപദേശങ്ങൾ, ഭഗവാന്റെ രൂപം, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ, ഭഗവാൻ ഈ പ്രകൃതിയിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള വിഭൂതികൾ, എല്ലാ ചരാചരങ്ങളിലും ഭഗവാന്റെ വിഭൂതികൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മരങ്ങളുടെ ഇടയിൽ ഭഗവാൻ ആൽവൃക്ഷമാണ്, അതേപോലെ പക്ഷികളുടെ ഇടയിൽ ഭഗവാൻ ഗരുഡനാണ്, സരസാമസ്മി സാഗര, ജലാശയങ്ങളുടെ ഇടയിൽ ഭഗവാൻ സാഗരമാണ്, നദികളിൽ ഭഗവാൻ ഗംഗാ നദിയാണ്, പർവ്വതങ്ങളിൽ ഹിമാലയമാണ്, അല്ലെ? ഇങ്ങനെ ഭഗവാൻ ദേവന്മാരുടെ ഇടയിൽ ഭഗവാൻ ഇന്ദ്രനാണ്, ഇന്ദ്രിയങ്ങളുടെ ഇടയിൽ ഭഗവാൻ മനസ്സാണ്. ഇങ്ങനെ ഭഗവാനെ നിരന്തരം എല്ലായിടത്തും ഓർമ്മിക്കാനുള്ള അവസരം ഭഗവാൻ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിനുള്ള വഴി ഭഗവാൻ പറഞ്ഞു തന്നെ. ഇങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ സാധിക്കും.
അങ്ങനെ സ്മരിക്കുന്നതിലൂടെ നമ്മുടെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. മന്മന, ഭഗവാനെ കുറിച്ച് സ്മരിക്കൂ. മദ്ഭക്തോ, ഭഗവാന്റെ ഭക്തനാകും. ഭഗവാന്റെ ഭക്തനായാൽ ഭഗവാൻ അനുകൂലമായിട്ട് പ്രവർത്തിക്കും. എന്താണോ ഭഗവാൻ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കും. അർജുനൻ ഭഗവാന്റെ ഭക്തനായതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് കരിഷ്യേ വചനം തവ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം, ഞാൻ മറ്റൊന്നും ചെയ്യുന്നില്ല. അങ്ങ് യുദ്ധം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഞാൻ അതുകൊണ്ട് യുദ്ധം ചെയ്യാം. കരിഷ്യേ വചനം തവ എന്ന് പറഞ്ഞു. അപ്പൊ ഭക്തന്മാർ എന്താണ് ചെയ്യുന്നത്? എന്താണോ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി അനുസരിക്കുകയാണ് ചെയ്യുന്നത്. നഷ്ടോ മോഹ സ്മൃതി ലബ്ധ തത്പ്രസാദാൻ മയാച്യുത സ്ഥിതോസ്മി ഗതസന്ദേഹ കരിഷ്യേ വചനം തവ. എന്റെ എല്ലാവിധ സംശയമില്ലാതായി. ഞാൻ ഇതുവരെ വിചാരിച്ചത് യുദ്ധം ചെയ്യുന്നത് എനിക്ക് രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ പാണ്ഡവർക്ക് രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത് എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അങ്ങയുടെ പദ്ധതിയാണ്, ഇത് അങ്ങയുടെ ലീലയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇത് അങ്ങയുടെ ആഗ്രഹത്തിന്റെ ഭാഗമാണ്. എന്താണ് അങ്ങയുടെ ആഗ്രഹം? എന്തിനാണ് അങ്ങ് അവതരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. പരിത്രാണായ സാധുന വിനാശായ ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ. അങ്ങ് അവതരിച്ചിട്ടുള്ളത് ഇവിടെ ദുഷ്കൃതികളെ ഇല്ലാതാക്കുന്നതിനും ഭഗവാന്റെ ഭക്തന്മാരെ സംരക്ഷിക്കുന്നതിനും ധർമ്മം സ്ഥാപിക്കുന്നതിനും വേണ്ടിയാണ്. അതിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഈ യുദ്ധം ഒരുക്കിയിട്ടുള്ളത്. ദുഷ്കൃതികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് രാജ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു യുദ്ധം നടക്കുന്നത്. അതുകൊണ്ട് അങ്ങയുടെ ഇച്ഛയായതുകൊണ്ട്, അങ്ങയുടെ ആഗ്രഹമായതുകൊണ്ട് അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ഞാൻ പ്രവർത്തിക്കാം. യുദ്ധം ചെയ്യുന്നത് എന്റെ ബന്ധുക്കളോടോ ഗുരുക്കന്മാരോടോ എന്നൊന്നും ഞാൻ നോക്കുന്നില്ല. കരിഷ്യേ വചനം തവ, അങ്ങേക്ക് അനുകൂലമായിട്ട് ഞാൻ പ്രവർത്തിക്കാം, അങ്ങയുടെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കാം എന്ന് അർജുനൻ പറഞ്ഞു. ഇങ്ങനെയാണ് ഭഗവാന്റെ ഭക്തന്മാര് പ്രവർത്തിക്കുന്നത്. അനുകൂലേന കൃഷ്ണാനുശീലനം, ഭഗവാൻ എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് പ്രവർത്തിക്കാം. അങ്ങനെ ഭക്തനായി തീരാനും ഭഗവാൻ നിർദ്ദേശിച്ചു. മന്മന, എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിക്കുക. മദ്ഭക്തോ, ഭഗവാന് വേണ്ടി പ്രവർത്തിക്കുക. മധ്യാജി, ഭഗവാനെ ആരാധിക്കുക. ഭഗവാൻ ഈ മുഴുവൻ ലോകത്തിന്റെയും ഈശ്വരനാണ്. ഈ മുഴുവൻ ലോകത്തിന്റെയും ഉടമസ്ഥൻ ഭഗവാനാണ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഭൂമിയായാലും ജലമായാലും അഗ്നിയായാലും വായുവായാലും ഈ ആകാശമായാലും മനസ്സ് ബുദ്ധി അഹങ്കാരങ്ങളായാലും ഇതെല്ലാം ഭഗവാന്റെ വസ്തുക്കളാണ്. അതുപയോഗിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. ദിവസവും നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഭൂമി, നമ്മൾ ഇരിക്കുന്ന ഭൂമി, നമ്മൾ കിടക്കുന്ന സ്ഥലം, നമ്മുടെ വീട് വെച്ചിട്ടുള്ള സ്ഥലം, നമ്മുടെ കൃഷിയിടം, എല്ലാ ഭൂമിയും ഭഗവാന്റേതാണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ഭൂമി, ജലം, നമ്മൾ ദിവസവും ജലം ഉപയോഗിക്കുന്നുണ്ട്. വായു, നമ്മൾ എത്രയോ വായു എടുക്കുന്നുണ്ട്. ഇതൊന്നും വെറുതെ ഉള്ളതല്ല. ഇതിനൊരു ഉടമസ്ഥനുണ്ട്. അതിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ്, അല്ലെ? ഭഗവാൻ തന്നെ അത് പ്രഖ്യാപിക്കുന്നുണ്ട്. ഭൂമിരാപോ അനലോ വായു ഖം മനോബുദ്ധിരേവച്ച അഹങ്കാരം ഇതീയം മേ ഭിന്ന പ്രകൃതി അഷ്ടത. ഇത് എന്റെ ശക്തിയാണ്. അപ്പൊ നമ്മൾക്ക് അതെല്ലാം ലഭിക്കുന്നുണ്ട്, നമ്മൾ അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഉടമസ്ഥനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ആരാധിക്കേണ്ടതാണ്. ഇതെല്ലാം അങ്ങയുടേതാണ്, ഞാൻ അതെടുത്ത് ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവാനെ ആരാധിക്കേണ്ടത്. ഇതം നമമ, ഇതെന്റേതല്ല. ഇതം നമമ, ഇതെന്റേതല്ല. എല്ലാം കൃഷ്ണന്റേതാണ്, അല്ലെ? എല്ലാം ഭഗവാന്റേതാണ്. ഈശാവാസ്യം അങ്ങയുടേതാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാനോട് നമ്മൾ നന്ദി പ്രകടിപ്പിക്കേണ്ടതാണ്. ആ നന്ദി പ്രകടിപ്പിക്കുക മാത്രമേ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും. ആ നന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആ നന്ദി പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിൽ നമ്മള് ഭഗവാന്റെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നു, പക്ഷെ ഭഗവാനോട് നന്ദിയില്ല. അങ്ങനെ അത് കള്ളന്മാരെ പോലെ ആയി പോകും എന്നാണ് പറയുന്നത്, അല്ലെ? ഉടമസ്ഥന്റെ അനുമതി ഇല്ലാതെ നമ്മൾ വസ്തുക്കൾ എടുക്കുകയാണെങ്കിൽ അത് ചോരന്മാരുടെ പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ വസ്തുക്കളൊക്കെ എടുക്കുന്നു, അദ്ദേഹത്തിനോട് ഭഗവാനോട് നന്ദി പ്രകടിപ്പിക്കുന്നു. യജ്ഞം എന്ന് പറയുന്നത് ഭഗവാനോടുള്ള നന്ദിയാണ്. സഹയജ്ഞ പ്രജാ സൃഷ്ട,
അപ്പൊ ഭഗവാൻ ഇവിടെയും പറയുന്നു ത്യാജി, എന്നെ ആരാധിക്കണം. കാരണം ഭഗവാന്റെ വസ്തുക്കളാണ് നമ്മളൊക്കെ ഉപയോഗിക്കുന്നത്. നാം നമസ്കുരും, ഭഗവാനെ നമസ്കരിക്കണം. ഭഗവാന്റെ കാരുണ്യത്തിലാണ് നമ്മുടെ ഓരോ ദിവസത്തെ ജീവിതം. നമ്മൾ ഭഗവാനെ അംഗീകരിക്കുന്നുണ്ടെങ്കിലും അംഗീകരിക്കുന്നില്ലെങ്കിലും ഭഗവാന്റെ വസ്തുക്കളൊക്കെ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. ഈശ്വരനില്ല എന്ന് പറയുന്നവരും ഈശ്വരന്റെ വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? ശാസ്ത്രജ്ഞന്മാരല്ല ഈ വസ്തുക്കളൊന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. ഭൂമിയായാലും ജലമായാലും അഗ്നിയായാലും വായുവായാലും ഒരു ശാസ്ത്രജ്ഞനും അത് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഭൂമിയെക്കുറിച്ച് പഠിക്കാം, ജലത്തെക്കുറിച്ച് പഠിക്കാം, വായുവിനെ കുറിച്ച് പഠിക്കാം, വലിയ ഗവേഷണങ്ങളൊക്കെ നടത്താം, വലിയ റിസർച്ച് പേപ്പറൊക്കെ എഴുതാം. പക്ഷെ ഒരു തുണ്ട് ഭൂമി, ഒരു പിടി മണ്ണ് നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഒരു തുള്ളി വെള്ളം നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. അത് സൃഷ്ടിച്ചിട്ടുള്ളത് അതിന്റെ ഉടമസ്ഥൻ ഭഗവാനാണ്. ചിലർ അതിനെ അംഗീകരിക്കുന്നു, ചില ആളുകൾ ആ ഉടമസ്ഥനെ അംഗീകരിക്കുന്നു, ചില ആളുകൾ ഉടമസ്ഥനെ അംഗീകരിക്കാതെ വസ്തുക്കളൊക്കെ എടുക്കുന്നു, പക്ഷേ ഉടമസ്ഥനെ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഭക്തന്മാർ ആ ഭഗവാനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. അങ്ങനെ ഭഗവാനെ നന്ദിപൂർവ്വം നമസ്കരിക്കുന്നു. മാം നമസ്കുരു, ഭഗവാനെ നമസ്കരിക്കാൻ ഭഗവാൻ തന്നെ നിർദ്ദേശിക്കുന്നു. അപ്പൊ അത് അവരോടുള്ള കാരുണ്യമാണ്. ഭഗവാനെ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ഉയർച്ച ഉണ്ടാകും. അതുകൊണ്ടാണ് ഭഗവാൻ നമസ്കരിക്കാൻ പറയുന്നത്, അല്ലെ? ഏതെങ്കിലും ഒരു ജീവാത്മാവ് ഭഗവാനെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ഭഗവാൻ ഒന്നും നഷ്ടപ്പെടാനില്ല. കാരണം ഭഗവാൻ സർവലോക മഹേശ്വരം, ശിവവിരിഞ്ചിനുതം, മഹാദേവനും ബ്രഹ്മാവും വരെ നമസ്കരിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ. ഒരു ജീവാത്മാവ് ഭഗവാനെ നമസ്കരിച്ചില്ലെങ്കിൽ ഭഗവാൻ ഒരു നഷ്ടവുമില്ല. പക്ഷെ ആ ജീവാത്മാവിന് വലിയ നഷ്ടമുണ്ട്. ഭഗവാനെ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ ആ ജീവാത്മാവിന് വലിയ നഷ്ടമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ നിർദ്ദേശിച്ചിട്ടുള്ളത് മാം നമസ്കുരു, ഭഗവാനെ നമസ്കരിക്കൂ. മാമേവേശ്വസി സത്യം തേ, അങ്ങനെ നിരന്തരം ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ ഭക്തനായി ഭഗവാൻ അനുകൂലമായി പ്രവർത്തിച്ച് ഭഗവാനെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചെത്താൻ സാധിക്കുമെന്ന് ഭഗവാൻ വാക്ക് നൽകുന്നതാണ്. മാമേവേശ്വസി സത്യം തേ, ഞാൻ സത്യം ചെയ്ത് പറയുന്നു അർജുന, എന്ത് സംഭവിക്കും? മാമേവേശ്വസി, ആ വ്യക്തിക്ക് തിരിച്ച് എന്റെ അടുത്തേക്ക് തന്നെ എത്താൻ സാധിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. പ്രതിജാനേ പ്രിയോസി, ഞാൻ ഇവിടെ പ്രതിജ്ഞ ചെയ്ത് പറയുകയാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞു. അപ്പൊ ഭഗവാന്റെ ഭഗവത്ഗീതയിലെ പ്രതിജ്ഞയാണ്. ആരാണോ ഭഗവാനെ ശരണപ്രാപിച്ച് ഭഗവാനെ നിരന്തരം വിളിച്ചുകൊണ്ട് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ സേവനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും മാമേവേശ്വസി, ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജാനെ, ഞാൻ സത്യം ചെയ്തു പറയുന്നു, ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. പ്രതിജാനെ, ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു. ഭഗവാന്റെ പ്രതിജ്ഞയാണ്. ഞാൻ അവരെ തിരിച്ചു കൊണ്ടുപോകും. ഭഗവാനെ ശരണം പ്രാപിച്ച് ഭഗവാനെ ആരാധിക്കുന്ന ഭക്തന്മാരെ തിരിച്ചു കൊണ്ടുപോകും. മാമേവേശ്വസി, എന്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോകും എന്ന് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുകയാണ്. സത്യം ചെയ്ത്, സത്യമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഭഗവാനെ ശരണം പ്രാപിക്കുക. സർവധർമാൻ പരിത്യജ് മാമേകം ശരണം പ്രജ, ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ മാത്രം ശരണം പ്രാപിക്കുക. അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാൻ, ഇതുവരെയുള്ള എല്ലാ ദോഷങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ഭഗവാന് ആ ജീവാത്മാവിനെ ഒറ്റയടിക്ക് മുക്തനാക്കാൻ സാധിക്കും. അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിത സാഹചര്യം എന്താണെങ്കിലും കുഴപ്പമില്ല, ഏത് സാഹചര്യത്തിലാണെങ്കിലും കുഴപ്പമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ എന്ത് സാഹചര്യത്തിലാണെങ്കിലും ഭഗവാനെ ശരണം പ്രാപിച്ചു കഴിഞ്ഞാൽ എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതായി ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞു. ഈ രണ്ട് ശ്ലോകങ്ങൾ ഭഗവത്ഗീതയുടെ രത്നചുരുക്കമാണ്, ഭഗവാന്റെ നിർദ്ദേശമാണ്, ജീവാത്മാക്കൾക്കുള്ള നിർദ്ദേശമാണ് ഭഗവാന്റെ ഭക്തനാവുക എന്നുള്ളത്. അപ്പോൾ ഭഗവത്ഗീതയിലെ യഥാർത്ഥ നിർദ്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തി ചെയ്യുക എന്നുള്ളതാണ്. ഭഗവാന് ഭക്തി ചെയ്യുക എന്നുള്ളതാണ്.
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവത്ഗീതയിൽ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭക്തനാവുക എന്നുള്ളതാണ് ഭഗവാന്റെ നിർദ്ദേശം അല്ലെ. അതുകൊണ്ടാണ് ഭക്തിയോഗത്തിന് ഇത്രയും പ്രാധാന്യം. ഭഗവാൻ നേരിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെ ആ ഒരു സംവാദം സഞ്ജയൻ കേട്ട സമയത്ത് സഞ്ജയൻ എന്ത് അനുഭവമാണ് ഉണ്ടായത് എന്നാണ് സഞ്ജയൻ പറയുന്നത്. ആ ശ്ലോകമാണ് നമ്മൾ വായിക്കുന്നത്. 74ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നതാണ്. സഞ്ജയ് ഉവാച ഇത്യഹം വാസുദേവസ്യ പാർത്ഥസ്യ ച മഹാത്മന സംവാദം ഇമം അശ്രോഷം അദ്ഭുതം രോമഹർഷണം. ഈ ഒരു സംവാദം സാധാരണ സംവാദമല്ല, അത്ഭുതകരമായിട്ടുള്ള സംഭാഷണമാണ്. കാരണം എന്താണ്? സാധാരണ രണ്ട് വ്യക്തികൾ തമ്മിലല്ല ഈ സംവാദം ഉണ്ടായിട്ടുള്ളത്. ഈ സർവ്വലോകത്തിന്റെയും ഉടമസ്ഥനായിട്ടുള്ള ഭഗവാനും പരമപുരുഷനായിട്ടുള്ള ഭഗവാനും ആ ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ഒരു ജീവാത്മാവും തമ്മിലുള്ള സംഭാഷണമാണ്. ഭഗവാന്റെ ശക്തിയെക്കുറിച്ചും ഭഗവാന്റെ ഐശ്വര്യങ്ങളെ കുറിച്ചും ഒക്കെ ഭഗവാൻ നേരിട്ട് ഭഗവാന്റെ ഭക്തന് പറഞ്ഞു കൊടുക്കുന്നു. സാധാരണ വേദങ്ങളിലൂടെയാണ് നമ്മൾ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇവിടെ ആ ഭഗവാൻ വേദങ്ങളെല്ലാം സ്തുതിക്കുന്ന വേദയിച്ച സർവേർ അഹമേവ വേദ്യം, വേദങ്ങളിലൊക്കെ ഭഗവാനെ കുറിച്ചുള്ള സ്തുതിയാണ്. ആ ഭഗവാൻ നേരിട്ട് ഭഗവാനെ കുറിച്ച് തന്റെ ഭക്തന് പറഞ്ഞു കൊടുക്കുന്നു. അത് അത്ഭുതകരമായിട്ടുള്ള ഒരു സംവാദമാണ്. സംവാദം, അത്ഭുതം, രോമഹർഷണം. അത് കേട്ടു കഴിഞ്ഞാൽ ഭക്തന്മാർക്ക് രോമഹർഷം ഉണ്ടാകും എന്നാണ് പറയുന്നത്. കാരണം അത് അനുഭവിക്കാൻ സാധിക്കും. സാധാരണ ഒരു വ്യക്തിയുടെ വാക്ക് പോലെയല്ല, ഭഗവാൻ പറയുന്ന വാക്കുകൾ കേൾക്കുന്ന സമയത്ത് രോമഹർഷണം, ആനന്ദമുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ ആ സഞ്ജയനും ആനന്ദമുണ്ടായി. സഞ്ജയനും പൂർണ്ണമായിട്ടും ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനമുണ്ടായി, കൃഷ്ണാവബോധമുണ്ടായി, കൃഷ്ണ സാക്ഷാത്കാരം ഉണ്ടായി, കൃഷ്ണനെ കുറിച്ച് അറിയാൻ സാധിച്ചു. ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാനുള്ള ഭാഗ്യം സഞ്ജയനും ഉണ്ടായി. ആ ഭാഗ്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നാണ് 75ാമത്തെ ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നത്. വ്യാസപ്രസാദാൽ ശ്രുതവാനേ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയത ശ്രീയം. എങ്ങനെയാണ് ഈ ഭഗവത്ഗീത സഞ്ജയന് കേൾക്കാൻ സാധിച്ചത്? വ്യാസദേവന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് അത് കേൾക്കാൻ സാധിച്ചത് എന്നാണ് ഇവിടെ സഞ്ജയൻ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകം അതിന്റെ വിവർത്തനം ഭാവാർത്ഥം നമ്മൾക്കിന്ന് വായിക്കാം. 75ാമത്തെ ശ്ലോകം വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, അഞ്ജലി ആൻഡ് ആരതി മാതാജി വായിച്ചോ. വ്യാസപ്രസാദാശ്രുതവാൻ ഏതദ് ഗുഹ്യമഹം പരം യോഗം യോഗേശ്വരാത് കൃഷ്ണാത് സാക്ഷാത് കഥയത സ്വയം. വിവർത്തനം. യോഗേശ്വരനായ കൃഷ്ണൻ തന്നെ അർജുനന് പരമരഹസ്യമായ ഈ യോഗം ഉപദേശിച്ചത് വ്യാസദേവന്റെ അനുഗ്രഹത്താൽ എനിക്ക് നേരിട്ട് കേൾക്കാൻ ഇടവന്നു. ഭാവാർത്ഥം. സഞ്ജയന്റെ ആധ്യാത്മിക ഗുരുവാണ് വ്യാസൻ. ഭഗവാനെ തനിക്ക് അറിയാൻ സാധിച്ചത് വ്യാസപ്രസാദം കൊണ്ടാണെന്ന് സഞ്ജയൻ സമ്മതിക്കുന്നു. കൃഷ്ണനെ കുറിച്ച് ജ്ഞാനം നേടേണ്ടത് നേരിട്ടല്ല, ഗുരുവിലൂടെയാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അനുഭൂതി നേരിട്ട് തന്നെയെങ്കിലും സുതാര്യമായ മാധ്യമമായ ആധ്യാത്മിക ഗുരു നിലകൊള്ളുന്നുണ്ട്. ഇതാണ് ശിഷ്യ പരമ്പരയുടെ രഹസ്യം. ആചാര്യൻ തികച്ചും വിശ്വാസനാണെങ്കിലും അർജുനനെ പോലെ ഭഗവത്ഗീത നേരിട്ട് തന്നെ കേൾക്കാം. ഈ ലോകത്തിൽ ജ്ഞാനികളും യോഗികളും ഒട്ടേറെയുണ്ട്. കൃഷ്ണനാണ് എല്ലാ യോഗ പദ്ധതികളുടെയും നാഥൻ. ഭഗവത്ഗീത കൃഷ്ണന്റെ ഉപദേശം എന്താണെന്ന് സ്പഷ്ടമാക്കുന്നു. കൃഷ്ണനെ സ്വയം സമർപ്പിക്കുക എന്നതാണത്. അങ്ങനെ ആത്മാർപ്പണം ചെയ്യുന്നവനാണ് യോഗികളിൽ വെച്ച് ഉത്തമനെന്ന് 6ാം അധ്യായത്തിൽ അവസാനത്തിൽ യോഗിനാമഭി സർവേശാം എന്നാരംഭിക്കുന്ന ശ്ലോകം സ്ഥിരീകരിക്കുന്നുണ്ട്.
കൃഷ്ണന്റെ നേരിട്ടുള്ള ശിഷ്യനാണ് നാരദൻ. വ്യാസന്റെ ആധ്യാത്മിക ഗുരുവാണ് അദ്ദേഹം. അതിനാൽ അർജുനനെ പോലെ വിശ്വാസനാണ് ശിഷ്യ പരമ്പരയിൽപ്പെട്ട വ്യാസൻ. സഞ്ജയനാകട്ടെ വ്യാസന്റെ ശിഷ്യനും. അങ്ങനെ വ്യാസന്റെ അനുഗ്രഹത്താൽ സഞ്ജയന്റെ ഇന്ദ്രിയങ്ങൾ പവിത്രീകരിക്കപ്പെട്ടു. അദ്ദേഹത്തിന് കൃഷ്ണനെ നേരിട്ട് കാണാനും കേൾക്കാനും കഴിവുണ്ടായി. കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നവർക്ക് ഈ പരമരഹസ്യം സുഗ്രാഹ്യമാകും. ശിഷ്യ പരമ്പരയിൽ പെടാത്തവർക്ക് കൃഷ്ണന്റെ വാക്കുകൾ കേൾക്കാനാവില്ല. തന്മൂലം അവരുടെ ജ്ഞാനം ഭഗവത്ഗീതയെ സംബന്ധിച്ചിടത്തോളം അപൂർണമായിരിക്കും. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം തുടങ്ങിയ എല്ലാ യോഗങ്ങളെ പറ്റിയും ഭഗവത്ഗീതയിൽ വിവരിച്ചിട്ടുണ്ട്. ഈ നിഗൂഢതയുടെ എല്ലാം നാഥൻ കൃഷ്ണനാണ്. അർജുനന് കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായതുപോലെ വ്യാസദേവന്റെ കാരുണ്യത്താൽ സഞ്ജയനും കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ ഭാഗ്യമുണ്ടായെന്ന് മനസ്സിലാക്കണം. വ്യാസനെ പോലെയുള്ള ഒരു ആധ്യാത്മിക ആചാര്യനിൽ നിന്ന് കേൾക്കുന്നതും കൃഷ്ണനിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ല. ആധ്യാത്മിക ആചാര്യൻ വ്യാസദേവന്റെ പ്രതിപുരുഷനാണ്. വൈദിക രീതി അനുസരിച്ച് ആധ്യാത്മിക ആചാര്യന്റെ ജന്മനാൾ ശിഷ്യന്മാർ വ്യാസപൂജ എന്ന പേരിൽ ആഘോഷിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ആരതി ആൻഡ് അഞ്ജലി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ സഞ്ജയൻ ആ ഗുരുവിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. എനിക്ക് ഭഗവത്ഗീത കേട്ട സമയത്ത് വലിയ ആനന്ദമുണ്ടായി എന്നാണ് സഞ്ജയൻ പറയുന്നത്, അല്ലെ? ശരിയായിട്ടുള്ള ഗുരുമുഖത്തിൽ നിന്നും ഗുരു പരമ്പരയിലൂടെ നമ്മൾക്ക് ഭഗവത്ഗീത കേൾക്കുന്ന സമയത്ത് സന്തോഷമാണ് ഉണ്ടാകുന്നത്, വലിയ ആശ്വാസം ഉണ്ടാകും, വലിയ സമാധാനം ഉണ്ടാകും. ചില ആളുകൾക്ക് അനുഭൂതികൾ ഉണ്ടാകും, ഭഗവാനെ കുറിച്ചുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. എങ്ങനെയാണ് അനുഭവം ഉണ്ടാകുന്നത്? ആ ഗുരുമുഖത്ത് നിന്നും ഗുരു പരമ്പരയിലൂടെ, യഥാർത്ഥ ഗുരു പരമ്പരയിലൂടെ കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ആനന്ദമുണ്ടാകും. ഗുരുപരമ്പരയിലൂടെ അല്ലാതെ നമ്മൾ ഭഗവത്ഗീതയെ കുറിച്ച് ഊഹാപോഹങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരിക്കലും ഈ ഒരു ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഗുരുപരമ്പരയിലൂടെ അല്ലാതെ ഭഗവത്ഗീത കേൾക്കുന്ന സമയത്ത് ഭഗവത്ഗീത വലിയ ഒരു കട്ടിയുള്ള, മനസ്സിലാക്കാൻ പ്രയാസമുള്ള എന്തോ ഒരു ഗ്രന്ഥമായിട്ട് മാറും, അല്ലെ? അത് വലിയ ബുദ്ധിമുട്ടാണ്, അതൊന്നും എനിക്ക് മനസ്സിലാവില്ല എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. പക്ഷെ കൃത്യമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവത്തെ കുറിച്ചാണ് സഞ്ജയൻ പറഞ്ഞത്. എന്താണ്? അത്ഭുതം രോമഹർഷണം. ഓ, ഇത്രയും മനോഹരമായിരിക്കുന്നു, എന്തൊരു അത്ഭുതമാണ്! ഭഗവാൻ നേരിട്ട് പറഞ്ഞിരിക്കുന്നു, ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്തൊക്കെയാണ് ഭഗവാൻ പറഞ്ഞത്? ഭഗവാന്റെ ഭക്തൻ ഒരിക്കലും നാശമില്ല. നമേ ഭക്ത പ്രണശ്യതി. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭക്തൻ ഒരിക്കലും നാശമില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? നമുക്ക് അങ്ങനെ വലിയ ആശ്വാസം ഉണ്ടാകും, ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകും. യോഗക്ഷേമം വഹാമിഹം, എന്റെ ഭക്തന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് പേടിക്കുന്നത്? മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചാ. എല്ലാ പാപങ്ങളും ഭഗവാൻ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഇങ്ങനെ ഭഗവാന്റെ ഭക്തന്മാർക്ക് വലിയ ആശ്വാസം ഉണ്ടാകും, വലിയ സന്തോഷം ഉണ്ടാകും, വലിയ സമാധാനം ഉണ്ടാകും, വലിയ ആനന്ദമുണ്ടാവും. ചിലപ്പോൾ അവർക്ക് അനുഭൂതികൾ ഉണ്ടാവും. രോമഹർഷണം, കണ്ണിൽ നിന്ന് ചില ആളുകൾക്ക് കണ്ണുനീര് വരും, അല്ലെ? അല്ലെങ്കിൽ രോമഹർഷം ഉണ്ടാകും. ഇതൊക്കെ സഞ്ജയൻ ഉണ്ടായി. അപ്പൊ സഞ്ജയൻ അതൊക്കെ ഉണ്ടായ സമയത്ത് സഞ്ജയൻ തന്റെ ഗുരുവിനാണ് അതിന്റെ ക്രെഡിറ്റ് ഒക്കെ കൊടുക്കുന്നത്. ആ ഗുരുവിൽ നിന്നും, ഗുരുവിനെ സഞ്ജയൻ ഒരിക്കലും മറക്കുന്നില്ല. നേരിട്ട് ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദർ ഇവിടെ പ്രത്യേകം പറഞ്ഞു തരുന്നത്. ഒരു ഗുരുവിന്റെ അനുഗ്രഹത്തിലൂടെ മാത്രമേ നമ്മൾക്ക് ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾക്ക് പോകണമെങ്കിൽ തീർച്ചയായിട്ടും ഗുരുവിന്റെ അനുഗ്രഹം ആവശ്യമാണ്. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ എന്ന് നമ്മളെ ഗുരു അഷ്ടത്തിൽ ചൊല്ലുന്നുണ്ട്. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദ. ഗുരുവിനെ പ്രസാദിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അതേ ആ ഗുരുവിന്റെ അനുഗ്രഹത്താൽ, വ്യാസദേവന്റെ അനുഗ്രഹത്താലാണ് എനിക്ക് ഈ ഗുഹ്യമായിട്ടുള്ള, ഏറ്റവും രഹസ്യമായിട്ടുള്ള ജ്ഞാനം ലഭിച്ചത്, ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ എനിക്ക് സാധിച്ചത്. സഞ്ജയൻ അവിടെ യുദ്ധഭൂമിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. ഹസ്തിനപുരത്തിൽ ധൃതരാഷ്ട്രന്റെ കൊട്ടാരത്തിൽ ഇരുന്നുകൊണ്ടാണ് സഞ്ജയൻ ഭഗവത്ഗീത കേട്ടത്. അത് വ്യാസദേവന്റെ അനുഗ്രഹത്താലാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഭക്തന്മാർക്കും
ഭഗവത്ഗീതയുടെ പൊരുൾ, ആ രഹസ്യം, ഗുഹ്യമഹം പരം, ഏറ്റവും രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണമെന്നാണ്. വ്യാസദേവൻ എന്നുള്ള ഗുരു ഏറ്റവും ആധികാരികനായിട്ടുള്ള ഗുരുവാണ് എന്നും ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഗുരു പരമ്പരയിൽപ്പെട്ട ആധികാരികമായിട്ടുള്ള വ്യക്തിയാണ് വ്യാസദേവൻ. ആ ഗുരു പരമ്പരയെക്കുറിച്ചും ഇവിടെ ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. കാരണം വ്യാസദേവന് ഗുരുവുണ്ട്, ഗുരു പരമ്പരയിൽ നിന്ന് കേട്ടിട്ടുണ്ട്. വ്യാസദേവന്റെ ഗുരു ആരാണ്? നാരദ മഹർഷിയാണ്. അല്ലെ, നാരദ മഹർഷിക്കും ഗുരുവുണ്ട്. നാരദ മഹർഷി ഗുരുവിൽ നിന്ന് കേട്ടിട്ടുണ്ട് ഭഗവാനെ കുറിച്ച്. ആ നാരദ മഹർഷിയുടെ ഗുരു ആരാണ്? ബ്രഹ്മാവാണ്. ബ്രഹ്മാവിന്റെ ഗുരു ഭഗവാൻ തന്നെയാണ്. ഗർഭോദകശായി വിഷ്ണുവാണ് ബ്രഹ്മാവിന്റെ ഗുരു. തേനെ ബ്രഹ്മഹൃദ ആദി കവയെ മുഖ്യന്തിയൻ സൂരയ. നേരിട്ട് ഭഗവാൻ ബ്രഹ്മാവിന് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം കൊടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ആധികാരികമായിട്ടുള്ള ഗുരു പരമ്പരയിലൂടെ കേട്ടതുകൊണ്ട് ആ ഭഗവത്ഗീത സഞ്ജയന് വളരെ സന്തോഷം നൽകി. ഇത് വലിയ കട്ടിയുള്ളതാണ്, ഇതൊന്നും മനസ്സിലാക്കാൻ പ്രയാസമാണ് എന്നൊന്നും സഞ്ജയൻ പറഞ്ഞില്ല. സഞ്ജയന് വലിയ ആശ്വാസമുണ്ടായി, സഞ്ജയന് വലിയ സന്തോഷമുണ്ടായി എന്നാണ് പറയുന്നത്. അത്ഭുതം, രോമഹർഷണം എന്നാണ് സഞ്ജയൻ പറയുന്നത്. അപ്പോൾ ആ ഗുരു പരമ്പരയിലൂടെ കേൾക്കുന്നതും അല്ലാതെ കേൾക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ശ്രീല പ്രഭുപാദർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. വ്യാസപ്രസാദാൻ ശ്രുതവാനേ ഏതത് ഗുഹ്യമഹം പരം. ഈ രഹസ്യം ആ ഗുരുവിന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് മനസ്സിലായത്, അല്ലാത്തവർക്ക് ഈ രഹസ്യം മനസ്സിലാവുന്നില്ല എന്ന്. യോഗം യോഗേശ്വരാത് കൃഷ്ണ സാക്ഷാത് കഥയത സ്വയം. യോഗം, ഇവിടെ ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള യോഗം, ആ ഭക്തിയോഗം, ഭഗവാന്റെ ഭക്തനാവുക എന്നുള്ള നിർദ്ദേശം എനിക്ക് മനസ്സിലായി. വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നുണ്ട്, അല്ലെ? കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, അതേപോലെ ഭക്തിയോഗം, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോഗങ്ങൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ വിശദീകരിക്കുന്നുണ്ട്. അഷ്ടാംഗയോഗം, അതിൽ ഏറ്റവും ഉയർന്ന യോഗം ഏതാണെന്ന് 6ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവാനെ നിരന്തരം ധ്യാനിക്കുന്നതാണ്, ഭഗവാനിൽ വിശ്വാസപൂർവം സേവ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ യോഗം എന്നും ഭഗവാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഭഗവാന് ഭക്തി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ യോഗം. യോഗിനാം അഭി സർവേഷാം മദ്ഗതേൻ അന്തരാത്മന ശ്രദ്ധാവാൻ ഭജതേയോ മാം സമേയുക്തതമോമത. ശ്രദ്ധയോടുകൂടി, വിശ്വാസത്തോടുകൂടി ആരാണോ ഭഗവാനെ ഭജിക്കുന്നത്, സേവിക്കുന്നത്, ആ വ്യക്തിയാണ് ഏറ്റവും വലിയ യോഗി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാ യോഗങ്ങളുടെ ഈശ്വരനാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ യോഗേശ്വരാ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ യോഗങ്ങളിലും നമുക്ക് വിജയം ഉണ്ടാകണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. നമ്മൾ വിചാരിക്കണം, ആ ഭക്തിയോഗത്തിൽ മാത്രമല്ലേ ഭഗവാനെ ആശ്രയിക്കുന്നുള്ളൂ, മറ്റ് യോഗങ്ങളിലാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഭക്തി ചെയ്യുന്നില്ല, ഞാൻ കർമ്മയോഗമാണ് ചെയ്യുന്നത്, ഞാൻ ധ്യാനയോഗമാണ് ചെയ്യുന്നത്, ഞാൻ ജ്ഞാനയോഗമാണ് ചെയ്യുന്നത്, ഞാൻ അഷ്ടാംഗയോഗമാണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഭക്തി ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിൽ വിജയിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? എല്ലാ യോഗങ്ങളുടെയും ഈശ്വരൻ, എല്ലാ യോഗങ്ങളിലും വിജയം നൽകുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനെ ആശ്രയിക്കാതെ ഒരു യോഗത്തിലും നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ സഞ്ജയൻ യോഗേശ്വരൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. യോഗം യോഗേശ്വരാ കൃഷ്ണ സാക്ഷാത് കഥയത സ്വയം. ഈ ഭഗവത്ഗീതയുടെ പ്രത്യേകത എന്താണ്? നേരിട്ട് ഭഗവാനെ കുറിച്ച് പറയും. മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ മറ്റുള്ള മുനിശ്രേഷ്ഠന്മാരും ഭക്തന്മാരും ഒക്കെ ഭഗവാനെ കുറിച്ചുള്ള സാക്ഷാത്കാരം പറയുന്നതാണ്, അല്ലെ? ആ സാക്ഷാത്കാരം അർജുനൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അസിതോ ദേവനോ വ്യാസ, അസിതൻ, ദേവനൻ, വ്യാസൻ, ഇങ്ങനെയുള്ള മഹർഷിമാരൊക്കെ ഭഗവാനെ കുറിച്ച് പറയുന്നത് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് എന്ന് അർജുനൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്വയം നേരിട്ട് ഭഗവാൻ പറയുന്നു, അതേ കാര്യം ഭഗവാൻ പറയുന്നു. അത് സഞ്ജയനും നേരിട്ട് കേൾക്കാനുള്ള അവസരമുണ്ടായി. സാക്ഷാത് ഭഗവാൻ, സർവലോക മഹേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചു.
എന്ന് സഞ്ജയൻ അത് ഓർക്കും തോറും വലിയ അത്ഭുതമാണ്. അത് ഓർക്കും തോറും ആ സഞ്ജയന് ആനന്ദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഭഗവാൻ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അതൊരു സാധാരണ കാര്യമല്ല. അത് ഓർക്കും തോറും എനിക്ക് വലിയ സന്തോഷമാണ് ഉണ്ടാവുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് ശ്ലോകം വായിക്കാം എന്നുള്ള സമയമായിട്ടുണ്ട്. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സംശയമൊന്നും ഉണ്ടെങ്കിൽ നമുക്ക് ശ്ലോകം വായിക്കാം.